dear students, welcome to a new class of MBA first semester students, Modern Business Organization and Management. Today we are going to discuss our second chapter, name is Organization. Okay, about what is organization? നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്കറിയാലോ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ നമ്മളൊരു ബിസിനസ് സ്റ്റുഡൻസ് ആണ്, കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് നമ്മുടെ മൈൻഡിലോട്ട് വരേണ്ടത് എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊരു ബിസിനസ്സിനും കോമൺ ഗോൾ എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലേ. മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പേര് ഇൻഡിവിജ്വൽസ് ആയിട്ടും അല്ലെങ്കിൽ കൂട്ടും ചേർന്ന് ഗ്രൂപ്പുകളായിട്ടും ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? An organization is an entity that comprises of multiple people as an institution or a association with a collective goal and it is linked to an external environment. ഇവിടെ പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റി ആണ് അല്ലേ. രണ്ടോ അധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട് അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അധികമോ ആൾക്കാർ കൂടി ചെയ്യുക. അതുമാത്രമല്ല ഇത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അതൊരു എൻവയോൺമെൻറ്റുമായിട്ട് ലിങ്ക്ഡ് ചെയ്തില്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സോഷ്യൽ യൂണിറ്റ് ഓഫ് പീപ്പിൾ ദാറ്റ് ഈസ് സ്ട്രക്ചർഡ് ടു മീറ്റ് എ നീഡ് ഓർ ടു പെർസ്യൂ എ കളക്റ്റീവ് ഗോൾ. ഇത് പറയുന്നത് എന്താണ്? ഇതൊരു നമ്മൾ പറഞ്ഞ സോഷ്യൽ യൂണിറ്റ് ഓഫ് പീപ്പിൾ ആണ് അല്ലേ. അതെന്താണ്? അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷൻ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം പിന്തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സോഷ്യൽ യൂണിറ്റ് ഓഫ് പീപ്പിൾ ആണ്. അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ സാമൂഹികമാണ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയും. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളുടെ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു സോഷ്യൽ യൂണിറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പിന്തുടരുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓർഗനൈസേഷൻ എപ്പോഴും അതൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ സ്ട്രക്ചേർഡ് മാനേജ്മെന്റ് ആയിരിക്കും. ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എല്ലാ ഫങ്ഷൻസുകളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് എന്തിനാണ് ഹെൽപ്ഫുൾ ആക്കുന്നത്? അവരുടെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുന്നതിന് അത് ഈസി ആക്കും. ഒരു സ്ട്രക്ചറിൽ പോകണം അല്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്രകാരം പോയിട്ട് കാര്യമില്ല. ഒക്കെ എന്താണ്? ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് പാത്ത് ഫോളോ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതാണ് സിമ്പിളായിട്ട് വാട്ട് ഈസ് ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു ടേമിനെ കൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാണ്. ഫോർമലി നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് പെരുമാറാന്നൊക്കെ പറയില്ലേ. അതായത് ഒരു കറക്റ്റ് റൂൾ ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരു പാത്ത് ഫോളോ ചെയ്ത് പോവുക. ഒരു ഓർഗനൈസേഷൻ എന്താണ്? ഒരു പാത്ത് ഉണ്ടായിരിക്കും. അതിങ്ങനെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തി ബോട്ടം ലെവലിൽ ഇരിക്കുന്ന വ്യക്തി ടോപ്പ് ലെവലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഫോർമൽ എന്ന് പറയുന്നത്. ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്രോച്ച് പറ്റില്ല. ഒരു ഫോർമൽ ആയിട്ട് നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. നമുക്ക് എന്താണ്? ഒരു സൈക്കോളജിക്കലായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോസുമായിട്ട് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ്? മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഭയങ്കര ഹാപ്പിനെസ് തരുന്ന. ഫോർമൽ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. ഒരു കറക്റ്റ് പാത്താണ് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോവാം. അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? നമ്മൾ പറഞ്ഞു എന്താണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫോർമൽ ആൻഡ് സെക്കൻഡ് വൺ ഇൻഫോർമൽ. അതിൽ ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതാണ്
വാട്ട് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? സിമ്പിൾ ആണ്. എന്താണ്? It is a well-defined structure of authority and responsibility that defines the delegation of authority and the relationship among the members of organization. അതായത് ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അത് എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? അത് ആ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസും ആ ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പർ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കുകൾ ഏതിലൂടെയാണ്? അതായത് ഒരു ഓർഗനൈസേഷൻ്റെ വർക്കുകളൊക്കെ ഒരു പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള പോളിസീസിലൂടെയും അതുപോലെ തന്നെ പ്ലാൻസ്, പ്രൊസീജിയേഴ്സ്, ഷെഡ്യൂൾസ്, പ്രോഗ്രാമുകളിലൂടെയൊക്കെയാണ് അവർ വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒക്കെ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്, ആദ്യം മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ? ഏതൊരു വർക്ക് അക്കംപ്ലിഷ് ആക്കണമെങ്കിലും ഒരു ഓർഗനൈസേഷൻ എന്ത് പ്രോഗ്രാം എന്ത് കാര്യങ്ങളാണെങ്കിലും ആ ഒരു പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള പോളിസികളും പ്ലാനുകളും പ്രൊസീജിയേഴ്സും പ്രോഗ്രാമുകളും റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണം. അതാണ് ഫോമൽ ഓർഗനൈസേഷൻ. അതെന്താണ്? വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ദാറ്റ് ഡിഫൈൻ ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, എന്താണ്? മെമ്പേഴ്സ് തമ്മിലുള്ള, അതായത് ഒരു ഓർഗനൈസേഷൻ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല, ഒരു ഓർഗനൈസേഷൻ്റെ ഇഷ്ടപ്രകാരമാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. ഇനിയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. ഫോമൽ ഓർഗനൈസേഷൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. Formally defined work relationship between people working at different job level in the organization. എന്താണ്? ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ജോബ് ചെയ്യുന്ന പീപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ്? ഫോർമലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ഫോക്കസ് ഈസ് പ്രൈമറി ഓൺ ദ ജോബ് അറ്റ് ഹാൻഡ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ പറയുന്നത് വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മാളർ യൂണിറ്റ് ആയിട്ട് വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അസൈൻ ടു ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ദെയർ സ്കിൽ ആൻഡ് എബിലിറ്റീസ്. അത് എങ്ങനെയാണ്? ആ ഇൻഡിവിജ്വൽസിൻ്റെ സ്കില്ലിൻ്റെയും എബിലിറ്റിയുടെയും ബേസിലാണ് ഓരോരുത്തർക്കും ഓരോ ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്താണ്? വർക്ക് ഈസ് ഒഫീഷ്യലി ഡെലിഗേറ്റഡ് ഫ്രം ടോപ്പ് ടു ലോവർ ലെവൽ. ടോപ്പ് ടു ലോവർ ലെവലിലാണ് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് ലെവൽ, അതായത് ഇതാണ് ടോപ്പ്, ഇത് ബോട്ടം. ഈ ടോപ്പ് ടു ബോട്ടം രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? വർക്കുകളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തുള്ളത്. വർക്കുകളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് ടോപ്പ് ടു ബോട്ടം ലെവലിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ടോപ്പ് ടു ലോവർ ലെവലിലാണ്. പിന്നെന്താണ്? കോർഡിനേഷൻ. അവിടെ എന്ത് ചെയ്ത് ഒരു കോർഡിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ. രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് പെർമനന്റ് ഫോമൽ ഗ്രൂപ്പ് ആൻഡ് ടെമ്പററി ഫോമൽ ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ? ഒന്ന് പെർമനന്റ് ഫോർമൽ ഗ്രൂപ്പ് ആൻഡ് ടെമ്പററി ഫോമൽ ഗ്രൂപ്പ്. ഇതിൽ പെർമനന്റ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദേ ആർ റെപ്രസെൻറ്റ് ഓൺ ദ ഓർഗനൈസേഷൻ ചാർട്ട്. ഒരു ഓർഗനൈസേഷൻ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പെർമനന്റ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ വേറെ ഒരു പേരിലും കൂടെ പറയുന്നുണ്ട്. അത് പെർമനന്റ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൈസേഷൻ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, കമാൻഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ കമാൻഡ് ഗ്രൂപ്പിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മാനേജേഴ്സും അവരുടെ സബോർഡിനേറ്റ്സും ഒക്കെ എന്താണ്? ഈ കമാൻഡ് ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ടെമ്പററി ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ടെമ്പററി ഗ്രൂപ്പ്. പ്രോജക്റ്റ് വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഒരു ടെമ്പററി ഒരു പ്രത്യേക പ്രശ്നങ്ങളിലൊക്കെ സോൾവ് കണ്ടെത്താൻ വേണ്ടി സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ടെമ്പററി ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർമൽ ഗ്രൂപ്പ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ രണ്ട് ടൈപ്സ് പറഞ്ഞു. ഒന്ന് പ്രൈമറി ഫോർമൽ ഗ്രൂപ്പ് ആൻഡ് ടെമ്പററി ഫോർമൽ ഗ്രൂപ്പ്. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓർഗനൈസേഷൻ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അത് നമ്മൾ കമാൻഡ് ഗ്രൂപ്പിൽ വിളിക്കും. കമാൻഡ് ഗ്രൂപ്പിൽ മാനേജേഴ്സും അവരുടെ സബോർഡിനേറ്റ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ടെമ്പററി ഫോർമൽ ഗ്രൂപ്പ് എന്ന്
പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടെമ്പററിക്ക് വേണ്ടിയിട്ട്, ടെമ്പററി ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് പിരിച്ചു കിട്ടും. അതാണ് ഈ എന്താണ് ടെമ്പററി ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദി നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഗ്രൂപ്പ് അല്ലേ. നമ്മൾ ഏതിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്താണ് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഇറ്റ് ഡിഫൈൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ ടു അറ്റൈൻ ദോസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന പീപ്പിൾസ് തമ്മിൽ റിലേഷൻഷിപ്സും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അല്ലേ. പിന്നെ എന്താണ്, ഇറ്റ് റിസൾട്ട് ഈസ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സ്. ഓർഗനൈസേഷൻ്റെ റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. Division of work and a relationship among people develop the efficient system of communication in the organization. Okay. Then the organization hierarchy avoid overlapping of the activity of two individuals or two departments. Overlapping ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓർഗനൈസേഷൻ ഹയറാർക്കി ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാതെയാക്കുന്നുണ്ട്. ടു ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ഒക്കെ ഇല്ലാതെയാക്കുന്നുണ്ട്. പിന്നെ ടു ഇൻഡിവിജ്വൽസ് ഷുഡ് നോട്ട് ബി ഗീവ് ദ സെയിം ടാസ്ക്. രണ്ട് ഇൻഡിവിജ്വൽസിനും ഒരിക്കലും സെയിം ടാസ്ക് കൊടുക്കുന്നില്ല. ഓക്കെ. കരിയർ അഡ്വാൻസ്മെന്റ് ആൻഡ് പ്രൊമോഷണൽ അവന്യൂസ് ആർ ഡിഫൈൻ ദ ഫോർമൽ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ വരുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ലോസ് ഓഫ് ഇനീഷ്യേറ്റീവ്സ്. അതായത് ഒരു ഫോർമൽ ഒരു കറക്റ്റ് ആ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള പീപ്പിൾസിന് അവരുടെ സ്കില്ലുകളും അവരുടെ ക്രിയേറ്റിവിറ്റീസും അവരുടെ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യം സിറ്റുവേഷൻ അവിടെ ഇല്ല. എന്തായാലും ഒരു കറക്റ്റായിട്ട് ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നത്. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്കേഴ്സിന് അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. ദെൻ അൺസാറ്റിസ്ഫൈഡ് സോഷ്യൽ നീഡ്സ്. എന്താണ്, അവർ ഫിസിക്കലി അവരെങ്കിൽ മെന്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അവർ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അവർക്ക് യാതൊരു തരത്തിലൊരു എന്താണ് എൻ്റർടൈൻമെൻറ്റും ഇല്ല അല്ലെ. അവരുടെ മെയിൻ ലക്ഷ്യം എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ഗോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുകയാണ്. വേറൊരു നല്ല റിലേഷൻഷിപ്സ് ഒന്നും അവിടെ ഉണ്ടാക്കുന്നില്ല അല്ലെ. അപ്പോൾ അതൊക്കെ എന്താണ്, ആ ഒരു ജോബിനെ അവർക്ക് നെഗറ്റീവായ രീതിയിലായിരിക്കും അവർ നോക്കിക്കാണുക. Then what is informal organization? Formal organization അതിൻ്റെ ടൈപ്സും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുന്നത്. എന്താണ്, അവിടെ വർക്കേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അവിടെ സൈക്കോളജിക്കലായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അവർ ആ ജോലി ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സ്കില്ലുകൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്, ടാലൻസ് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് കൊണ്ട് അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഫോർമൽ എന്താണ് ഓർഗനൈസേഷൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു ഗ്രേപ്പ് വൈൻ ഓർഗനൈസേഷൻ എന്ന് കൂടി വിളിക്കും. എക്സാമ്പിളൊക്കെ ചോദിക്കും, എന്താണ് ഗ്രേപ്പ് വൈൻ ഓർഗനൈസേഷൻ വേറൊരു പേര്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഫോർമലി ഇൻഫോർമലൊക്കെ തരാം. അപ്പോൾ എന്താണ്, ഒരു ഡൗട്ടും വേണ്ട, ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് ഗ്രേപ്പ് വൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് അല്ലേ. ഏത് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു പാത്ത് ഒന്നും ഫോളോ ചെയ്യേണ്ട. അപ്പോൾ അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇനി ഇതിൽ വരുന്നത് എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. The key object of this group is attain psychological satisfaction. സൈക്കോളജിക്കലായ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഫോളോ എനി ഫിക്സഡ് പാത്ത് വിത്ത് ദ ഫ്ലോ ഓഫ് അതോറിറ്റി ഓർ കമ്മ്യൂണിക്കേഷൻ. അതോറിറ്റിക്കും കമ്മ്യൂണിക്കേഷനും ഒരു ഫിക്സഡ് പാത്ത് അവർക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഫോർമൽ ഓർഗനൈസേഷൻ്റെ പോലെ. Then third one എന്താണ്, the source of information is unknown that as it could be any person that can communicate with anyone is in the organization. Source of communication unknown ആണ്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ്, നമുക്കറിയാം ടോപ്പ് ലെവലിൽ നിന്നാണ് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഒരു കറക്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിൽ ABCDEF, ഈ എഫ് എന്നുള്ളത് ലോവർ ലെവലും എ എന്നുള്ളത് ടോപ്പ് ലെവലും ആണെങ്കിൽ കമ്മ്യൂണിക്കേഷന് എയിൽ നിന്ന് ബിയിലോട്ട്, ബിയിൽ നിന്ന് സി, സി ഡി, ഡി ഇ എഫ് എന്താണ് കറക്റ്റായിട്ട്
മനസ്സിലാവും, നോണാണ്. പക്ഷെ ഇവിടെ എന്താണ് ഫോമൽ ഓർഗനൈസേഷന് നമുക്ക് അത് മനസ്സിലാവില്ല, ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത്. Then fourth one, it depends on the formal organization structure. Okay, then last one, it get create based on simple human interaction without any deliberate effort of managers. എന്താണ് വേറെ ഓവറായിട്ടുള്ള മാനേജേഴ്സിന് ഡെലിബറേഷൻ ഒന്നും എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് അവരുടെ ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ദ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റർ. The space of communication faster ആണ്. Then it offer due importance to the psychological and social needs of employee, which further motive the emphasis. Then provide accurate feedback ഒക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്താ പറയുന്നത്, അക്കോർഡിംഗ് ടു സർവേ 70% ഓഫ് ഇൻഫോർമേഷൻ സ്പ്രെഡ് ത്രൂ ദി സ്ട്രക്ചർ ആർ, അതായത് 70% ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനോട് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഹ്യൂമറാണ്, അല്ല ഇല്ലാത്ത കാര്യങ്ങളാണ്. ഹ്യൂമറസ് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ അത് മിസ്ലീഡ് ചെയ്യാൻ കാരണമാകുന്നതാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ദ ഫോം ഓഫ് സ്ട്രക്ചർ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതൊരു ഓർഗനൈസേഷൻ സ്മൂത്ത് റണ്ണിങ്ങിന് അത് എന്താണ് സാധിക്കാത്തതാണ്, പോസിബിൾ അല്ല. പിന്നെന്താണ്, there is a significant individual interest, organizational interest. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എന്താണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു ആൻഡ് ഡിവൈഡഡ് ഫാമിലി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.